രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യ ഈവൺ നമ്പർ ആണോ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആണോ? ഒരു സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ റൂട്ട് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ, മൈക്ക് ഓൺ ചെയ്ത് പിടിക്കരുത്. മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന ശബ്ദം ഭയങ്കര. ഒരു സംഖ്യ 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈവൺ നമ്പർ ആയിരിക്കണം. ആ സംഖ്യ ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് 3ന്റെ മൾട്ടിപ്പിൾ ആകുക, അല്ലെങ്കിൽ ഡിജിറ്റ് റൂട്ട് നമുക്ക് 3 കിട്ടുക. 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 0-ലോ 5-ലോ അവസാനിക്കുന്ന സംഖ്യ. 6ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഒരേ സമയത്ത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പാസ്സാവും. അതിന്റെ അർത്ഥം 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആണ്. 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഒരു സംഖ്യ 6ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ഇരട്ട സംഖ്യ ആണെന്നുള്ള ഒരേ കാര്യം ഉറപ്പാണ്. നിങ്ങൾ 6ന്റെ മൾട്ടിപ്പിൾ ഒക്കെ ഒന്ന് പരിശോധിച്ച് 1 6 6 2 6 3 6 5 4 24 എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആയെങ്കിൽ മാത്രമേ 6ന്റെ മൾട്ടിപ്പിൾ ആവും. അപ്പൊ 15 എന്ന സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ പോലും അത് 2ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് അതൊക്കെ 6ന്റെ മൾട്ടിപ്പിളും അല്ല. 6ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 2ന്റെയും 3ന്റെയും ഒരേ സമയത്ത്, ഇപ്പൊ ഇവിടെ 18 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അത് നിങ്ങൾക്ക് അറിയാം, 8 9 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 18 ആയതുകൊണ്ട് 2ന്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒരേ സമയത്ത് പാസ് ആവണം എങ്കിലാണ് അത് 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 7ന്റെ ലേശം പണിയുണ്ട്. 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1 2 3 4 ഈ സംഖ്യ 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയില്ല. നമ്മൾ ചെയ്യേണ്ടത് ഈ അവസാനത്തെ ഈ 4 യൂണിറ്റ് പ്ലേസിലെ 4നെ എടുത്തിട്ട് അതിനെ അങ്ങ് ഡബിൾ ചെയ്യുക. എന്നിട്ട് ഈ 3ന്റെ ചുവട് കൊണ്ടിട്ട് എന്നിട്ട് 123 3 കുറയ്ക്കുക. 5 1 1. ഈ 121 8 മൈനസ് ചെയ്യുക, 5 കിട്ടും. ഈ 115 7ന്റെ മൾട്ടിപ്പിൾ അതും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഈ 5നെ റൗണ്ട് ചെയ്യുക. 5ന്റെ ഇരട്ടി എടുത്തിട്ടുണ്ട് 1 കിട്ടുന്നത്. 1 ആയതുകൊണ്ട് നമുക്കെല്ലാം അറിയാം അത് 7ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇവിടെ ഇങ്ങനെ ഈ റിമൈൻഡർ ഒന്നുകിൽ 7 കിട്ടുക, അല്ലെ 0 കിട്ടുക, അല്ലെ 7ന്റെ മൾട്ടിപ്പിൾ കിട്ടുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് 7ന്റെ മൾട്ടിപ്പിൾ ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് വെറുതെ ഒരു സംഖ്യ എടുക്കുക, അതിന് 7 കൊണ്ട് ഗുണിക്കുക. 7 കൊണ്ട് ഗുണിച്ചിട്ട് ആ സംഖ്യയെ നിങ്ങൾ ഞാനീ പറഞ്ഞതുപോലെ യൂണിറ്റ് പ്ലേസ് ഡബിൾ ചെയ്തിട്ട് ഇങ്ങനെ റിമൈൻഡർ കണ്ട് പോയിട്ട് 0-ൽ അവസാനിക്കുന്നതോ നോക്കുക, അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ അവസാനിക്കുന്നതോ നോക്കുക. എങ്കിൽ അത് 7ാം ക്ലാസ് പാസ്സായി. ഇനി ഒരു സംഖ്യ 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 2 കണ്ടീഷൻ. അവസാനം 3 0 വരില്ല, അല്ലെങ്കിൽ അവസാനത്തെ സംഖ്യ 8ന്റെ മൾട്ടിപ്പിൾ ആവുക. അവസാനത്തെ 3 അക്കം 8ന്റെ മൾട്ടിപ്പിൾ ആവുക, അല്ലെങ്കിൽ അവസാനം 3 0. 9ന്റെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 9ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മുഹമ്മദ് അർഷാദ് എന്തായിരുന്നു ഓർമ്മ ഉണ്ടാകും? സം ഓഫ് ഡിജിറ്റ്സ് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഡിജിറ്റൽ റൂട്ട് 9 ആയിരിക്കണം. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 11ന്റെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകളുടെ തുക ഒന്നെങ്കിൽ 0 ഡിഫറൻസ് 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതേ സമയത്ത് ഇവിടെ ചില സംഖ്യകൾ ഇതിന്റെ മേലെ വെച്ചിട്ടാണ് ഇവർ ചോദിക്കുക. ഇവർ 99 മൾട്ടിപ്പിൾ ചോദിച്ചത്. അങ്ങനെ വരുമ്പോ നിങ്ങൾ 6ന്റെ കാര്യത്തിൽ എടുത്ത തീരുമാനമാണ് എടുക്കേണ്ടത്. 6ന്റെ മൾട്ടിപ്പിൾ ചോദിച്ചപ്പോൾ 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയതുപോലെ തന്നെ 99ന്റെ മൾട്ടിപ്പിൾ ഏത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ 133 155 ഈ സംഖ്യ 99ന്റെ മൾട്ടിപ്പിൾ ആണ്. അടുത്ത ചോദ്യം എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുന്നു, അല്ലെങ്കിൽ 15 നോക്കിയാൽ മതി. 3 4 3 7 എന്നെടുത്ത് 18 കിട്ടുന്നത്. 9ാം ക്ലാസ് പാസ്സായി. ഇനി അടുത്ത ചോദ്യം 9ാം ക്ലാസ് പാസ്സായ പോരാ, ഇത് 11ാം ക്ലാസ്സിൽ പാസ്സാണ്. കാരണം 99 എന്ന സംഖ്യ 9നെ 11 കൊണ്ട് കുറിച്ചെടുക്കുന്ന സംഖ്യയാണെങ്കിൽ
അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഒന്നിടവിട്ട സംഖ്യ പിടിക്കുക. 3 1 4 5 4 9. ഇനി ഇവിടെയും പിടിക്കുക. 3 3 4 5 4 9. ഈ സംഖ്യ നിങ്ങൾ എന്നെ ഒന്നിച്ച് പറയൂ. ഈ സംഖ്യ 99ന്റെ മൾട്ടിപ്പിൾ ആണ്. എന്തുകൊണ്ടാണ്? പറയൂ, എന്തുകൊണ്ടാണ് ഇത് 99ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഞാൻ പറയുന്നത്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്, 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 9ന്റെ മൾട്ടിപ്പിൾ ആണ് 11. പക്ഷെ നിങ്ങൾക്ക് നല്ലത് 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പരിശോധിക്കുന്നതായിരിക്കും. കാരണം 4 ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇതില് പ്രശ്നമുള്ള 11ന്റെ മൾട്ടിപ്പിൾ പരിശോധിക്കാനാണെങ്കിൽ ആ സംഭവമാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കിയ ശേഷം 9ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കിയത്. ശരി, ഇനി ഇന്നത്തെ ഹോംവർക്കിലേക്ക് പോകാം. ആ ഹോംവർക്ക് റെക്കോർഡാണ്. നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഇന്ന് തന്നെ കമന്റ് ചെയ്ത് അറിയിക്കാം. ശരി, ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ 11ന്റെ മൾട്ടിപ്പിൾ ഏത് എന്നാണ് ചോദ്യം. 36, 21, 578, 6 7 4 4 നോട്ട് വെച്ചോടെ 815 59 710 56 183 2549. ഇതിലേതാണ് 11ന്റെ മൾട്ടിപ്പിൾ എന്നാണ് ചോദ്യം. ഇനി ഇത് വേറെ തരത്തിൽ ചോദിക്കാതെ ഒരു റിവേഴ്സ് ചോദ്യം കൊടുക്കാം. അത് ശ്രദ്ധിക്കുക. ഒരു സംഖ്യയെ 119 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം 19 ആയാലും അതേ സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എന്താ? ഞാൻ ചോദ്യം ഇവിടെ വരച്ച് കാണിക്കാം. ഇപ്പൊ ഒരു സംഖ്യ അത് എക്സ് ആണ്, നമുക്കറിയില്ല. അപ്പൊ അവിടെ ആ എക്സിനെ നിങ്ങൾ 119 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഒരു സംഖ്യയെ 119 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നിങ്ങൾക്ക് 19 ലഭിക്കുന്നു. ഇനി ഇതേ എക്സിനെ നിങ്ങൾ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും റിമൈൻഡർ വരിക? ഞാൻ ആ ചോദ്യം ഇവിടെ വരച്ച് കാണിച്ചാണ്, എഴുതാനുള്ള സമയക്കുറവുണ്ട്. ഒരു സംഖ്യയെ 119 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം 19 ആണെങ്കിൽ അതേ സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ് എന്നാണ് നിങ്ങളുള്ള ചോദ്യം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 2 ചോദ്യത്തിനും ആൻസർ ചെയ്യുക. ഈ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നത് ഇത്തരം ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും, അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ല ഒരു ദിവസം നേരുന്നു, വിജയം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.